ഓം പരാശ്രയ നമഃ. എല്ലാവർക്കും വണക്കം. ഇന്ന് നമ്മൾ വളരെ ഒരു അടിപൊളി ടോപ്പിക്കാ പറയാൻ പോണ റിവേഴ്സ് അസ്ട്രോളജി. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അസ്ട്രോളജേഴ്സ് എപ്പോഴും നോക്കാറുള്ള ഒരു കേസാണ് റിവേഴ്സ് അസ്ട്രോളജി. എന്താണ് റിവേഴ്സ് അസ്ട്രോളജി? ഓരോ അസ്ട്രോളജേഴ്സും കാര്യങ്ങൾ റിവേഴ്സ് ചിന്തിക്കും. അതായത് ഓരോ കാര്യം കാണുമ്പോഴും ആ കാര്യത്തെ, ആ ആക്ഷനെ ഗ്രഹങ്ങളുടെ കാരകത്വമായിട്ടും ഭാവങ്ങളുടെ കാരകത്വമായിട്ടും നക്ഷത്രങ്ങളുടെ കാരകത്വമായിട്ടും ഒക്കെ കമ്പയർ ചെയ്ത് ചിന്തിച്ചിട്ട് അവര് റിവേഴ്സായിട്ട് ഏകദേശം ഗ്രഹനില, ഗ്രഹം ഇന്ന സ്ഥലത്ത് ഇന്നതായിരിക്കുമെന്ന് ഊഹിച്ചു വരെ കണക്കാക്കി ചിന്തിക്കും. അപ്പോൾ ഒരു കാര്യം, ഒരു ആക്ഷൻ, ഒരു കാര്യം, ഒരു ഇവന്റ് നടക്കുകയാണെങ്കിൽ, ഒരു ആക്ഷൻ ചെയ്യുകയാണെങ്കിൽ ആ ആക്ഷൻ ഏത് ഭാവത്താൽ കണക്റ്റഡ് ആണെന്ന് ചിന്തിച്ചിട്ട് ആ ഭാവത്താൽ കണക്റ്റഡ് ആയിട്ടുള്ള മറ്റ് കാര്യങ്ങൾക്ക് കൂടി പ്രശ്നം ഉണ്ടായേക്കുമെന്നും, ആ കാര്യം ഒരു ആക്ഷൻ പോസിറ്റീവ് ആക്ഷൻ ആണെങ്കിൽ ആ ഭാവമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള മറ്റുള്ള ആക്ഷൻസ് പോസിറ്റീവ് ആയിരിക്കും എന്നും കൂടി ഗണിച്ചിട്ടുള്ള ഒരു ഊഹമുണ്ട്. ഇത് ഗുരുക്കന്മാര് ശിഷ്യന്മാരെ പറഞ്ഞു പഠിപ്പിക്കുന്നതാണ്. ഞാനിപ്പോൾ അതിന് റിവേഴ്സ് അസ്ട്രോളജി എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ആക്ച്വലി ഇൻ ഇറ്റ്സ് മീനിങ് ഇറ്റ് വിൽ ബി വെരി ക്ലിയർ അബൌട്ട് ദാറ്റ്. അതിന്റെ മീനിങ്ങിൽ വളരെ ക്ലാരിറ്റി ഉണ്ടായിരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു രാശി ചക്രം നമ്മളിങ്ങനെ വരയ്ക്കുന്ന സമയത്ത് അതിൽ ഓരോരോ ഭാവങ്ങൾക്ക് ഓരോരോ തത്വങ്ങളുണ്ട്. നമ്മൾ മുന്നത്തെ വീഡിയോയിൽ കമ്പയർ ചെയ്ത് പഠിച്ചു ഓരോരോ ഭാവങ്ങൾ. രാശിയോ ഭാവമോ എന്നൊരു ചിന്തയുണ്ട്. രാശിയോ ഭാവമോ, രാശിക്കാണോ പ്രാധാന്യം ഭാവത്തിനാണോ പ്രാധാന്യം എന്നുള്ള ചിന്ത വേറെ ചിന്തയുണ്ട്. ഇവിടെ ഞാൻ ഭാവം എന്നുള്ള കൺസെപ്റ്റിന്റെ പ്രാധാന്യത്തിലേക്ക് നമ്മൾ റിവേഴ്സ് പെട്ടെന്ന് അങ്ങനെ ചില കാര്യങ്ങൾ ആക്ഷൻ കൊണ്ട് മനസ്സിലാക്കാൻ നോക്കാം. ഇപ്പോ സപ്പോസ് ഇത് മേഷരാശി, ഈ വൃഷഭരാശി, മിഥുന, ഇങ്ങനെ രാശികൾ നിങ്ങൾക്കറിയാം. കാര്യം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അഡ്വാൻസ് അസ്ട്രോളജിയാണ്. ഇപ്പോൾ ഏതായാലും ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് രാശി അറിയാവുന്നവരോ വീഡിയോ കാണുള്ളൂ. കാര്യം ബേസിക് അസ്ട്രോളജി ഒക്കെ ഞാൻ മുന്നേ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ അഡ്വാൻസ് ആയ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അപ്പോ ഇപ്പൊ മേഷരാശി ചൊവ്വ രാശി, വൃഷഭരാശി ശുക്രന്റെ രാശി, ഇത് തന്നെ എടുക്കാം. മിഥുന രാശി ബുധന്റെ രാശി. ഒരു വ്യക്തി, നമ്മളൊരു വ്യക്തിയെ കാണുമ്പോൾ ആ വ്യക്തി നന്നായിട്ട് സംസാരിക്കണം. വളരെ നല്ല നല്ല ഒതുക്കമുള്ള സംസാരം. ഒരാളെ സംസാരിക്കുമ്പോൾ വളരെ മയത്തില്, പരുവത്തില്, ആ സാറേ എൻ്റെ പേര് വിനയൻ, ഞാൻ ചില കാര്യങ്ങൾ അറിയാനാണ് സാറിനെ വിളിക്കുന്നത്, ഇങ്ങനെയൊക്കെ മയത്തില് സംസാരിക്കണം. വളരെ പരുവത്തില്, മയത്തില്, വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിച്ച് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് മറ്റുള്ളവർക്ക് ഇഷ്ടമാവുന്ന രീതിയിൽ സംസാരിക്കണം. ഒരു ഫോൺ തന്നെ നമുക്ക് ഒരാൾ ഫോൺ വിളിക്കുമ്പോൾ ചേട്ടാ ചേട്ടാ ഞാനേ തിരുവനന്തപുരത്ത് വിളിക്കണേണ്, എനിക്ക് മർമ്മം പഠിക്കണം ചേട്ടാ, ചേട്ടാ എന്നെ ഇങ്ങനെ ആളുകളൊക്കെ ഈ ഒരു ടോണിൽ സംസാരിക്കുന്നത്. ഹലോ സാർ, ഞാൻ ആലപ്പുഴയിൽ നിന്ന് വിളിക്കുകയാണ്, ഞാനിങ്ങനെ സാറിൻ്റെ കളരിയുടെ വീഡിയോ കണ്ട്, അപ്പോൾ ഇങ്ങനെ ഒരു ബാസിലോ ഇങ്ങനെ ഞാൻ സംസാരിക്കുന്ന ഏകദേശം എൻ്റെ ടോണായിരിക്കും. എന്തായാലും ഇങ്ങനെ ചേട്ടാ ചേട്ടാ ഇങ്ങനെയൊക്കെയുള്ള സംസാരവും, ഹലോ സാർ ഇങ്ങനെയൊക്കെയുള്ള ഒരു വേർഡ് പറയുമ്പോൾ തന്നെയുള്ള ആ ഒരു ടോണും അവരുപയോഗിക്കുന്ന വേർഡ്സും വാക്കുകളും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നല്ല സംസാരമോ ചീത്ത സംസാരമോ. അപ്പോൾ ഇപ്പോൾ ഒരു നല്ല സംസാരമുള്ള ഒരാളാണെങ്കിൽ നമുക്ക് അപ്പം തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും സംസാരം അഥവാ പേച്ച് ഏത് ഭാവത്തിൽ പോകും. സംസാരം 2ാം ഭാവത്തിലാണ് വരുന്നത്, അല്ലെ? ഒരാളുടെ സംസാരത്തിൽ നിന്നിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം, സംസാരം എന്ന് പറയുന്ന 2ാം ഭാവം. ഭർത്തവ്യാമഹിലം വിത്തം വാണി ചക്ഷുസ്സ ദക്ഷിണം വിദ്യാച വിവിധ ഹേതൽ സർവം ചിന്തനീയം ദ്വിതീയത. ഞാൻ ഈ മിഹിരാചാര്യന്റെ തന്നെ പ്രമാണം പറഞ്ഞുകൊണ്ടിരിക്കണം. നിങ്ങൾ കേട്ടെങ്കിലും ഇൻട്രസ്റ്റ് ഉള്ളവർ വേണമെങ്കിൽ ഓർത്ത് വെച്ചോട്ടെ എന്ന് വരച്ചിട്ടാ. ആയിരക്കണക്കിന് കാരകത്വം 2ാം ഭാവത്തിലുണ്ട്. ഒന്ന് പേച്ച് അഥവാ വാണി, അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ സംസാരം ഒരുത്തന്റെ അടിപൊളിയാണെങ്കിൽ, നല്ല അടിപൊളിയായിട്ട് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും
സംസാരം ക്ലിപ്തമാണെങ്കിൽ അവന്റെ വഴക്കം എന്താണ് പേച്ച് പഴക്കവഴക്കം, തമിഴില് പരാശരം പറഞ്ഞനുസരിച്ച് പഴക്കവഴക്കം. പേച്ച് കൃത്യമാണെങ്കിൽ എന്തുണ്ടാവും? പഴക്കവഴക്കം കൃത്യമായിരിക്കും. അവന്റെ ഡീലിങ്സ്, അവന്റെ ക്യാരക്ടർ കറക്റ്റ് ആയിരിക്കും. പേച്ച് കറക്റ്റ് ആണോ, പഴക്കവഴക്കം കറക്റ്റ് ആണോ? രണ്ടാമത്തെ ഭാവത്തിന്റെ എല്ലാം പോസിറ്റീവായിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാൻ പറ്റും. ഓൾമോസ്റ്റ് എന്തൊക്കെ ഭർത്തവ്യാമ വിത്തം എന്ന് പറഞ്ഞാൽ എന്താ? സമ്പത്ത്. വാക്കിൽ നിന്നിട്ടാണ്, വാണി എന്ന് പറഞ്ഞ വാക്ക്. വലത്തെ കണ്ണെന്ന് ഉദ്ദേശിച്ച വലത്തെ കണ്ണ് ഈ വലത്തെ കണ്ണ് മാത്രമല്ല, പ്ലാനിങ് എന്നും കൂടി ഇതിന് അർത്ഥം എടുക്കേണ്ട വരും. വലത്തെ കണ്ണ് സൂര്യകല എന്നുള്ള അർത്ഥമുണ്ട്, ഇടത്തെ കണ്ണ് ചന്ദ്രകല. ലഗ്നത്തിന്റെ വലത്തും ഇടത്തുള്ള കണ്ണ് രണ്ടും 11 ഭാവങ്ങളുണ്ട്. അപ്പൊ വലത്തെ കണ്ണ് സൂര്യകല ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ആർജവത്തോടും വളരെ എനർജറ്റിക് ആയിട്ടും ചെയ്യും. അപ്പൊ വലത്തെ കണ്ണ് ഓക്കെ ആയിരിക്കും, അത് വേറെ വിഷയം. 2 ആർജവം ഉണ്ടാവും, എനർജി ഉണ്ടാവും, നല്ല ഉശിരുണ്ടാവും. അപ്പൊ പഴക്കവഴക്കം കറക്റ്റ്, എനർജറ്റിക് ആയിരിക്കും. പിന്നെ രണ്ടാം ഭാവത്തിൽ വരുന്നതാണ് കുടുംബം, ഫാമിലി ഉണ്ടല്ല. എന്റെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ എൻ്റെ വീട് എന്ന് പറഞ്ഞ 4-ാം ഭാവം എന്ന് പറഞ്ഞാൽ മൂല കുടുംബം വരും, അമ്മ അച്ഛനും ഒക്കെ ഉള്ള. എന്നാൽ 2-ാം ഭാവം ഞാൻ എൻ്റെ ഭാര്യയായിട്ട് താമസിക്കുന്ന എൻ്റെ ഒരു ഫാമിലി സെറ്റപ്പ് ഇല്ലേ, അതിലേക്ക് 2-ാം ഭാവത്തിന് ഇമ്പോർട്ടൻസ് വരും. അപ്പോൾ നല്ല പേച്ച് നല്ല വഴക്കമാണെങ്കിൽ ഇവന്റെ കുടുംബം എങ്ങനെയായിരിക്കും? നല്ലതായിരിക്കും. കാര്യം ഇവൻ സംസാരിച്ച് ഇവൻ ഡീൽ ചെയ്യുന്ന ആൾക്കാർ എങ്ങനെയായിരിക്കും? നല്ല ആൾക്കാരായിട്ട് ഡീൽ ചെയ്യും. ഇവനൊരു പെണ്ണിനെ കെട്ടുകയാണെങ്കിൽ തന്നെ ഇവന്റെ ടൈപ്പ് ഓഫ് സ്പീച്ച്, ഇവന്റെ സ്റ്റാൻഡേർഡ് ഓഫ് സ്പീച്ച് ഉള്ള ഒരാളെ ആയിരിക്കും ഇവൻ കെട്ടുക. അപ്പൊ 2-ാം ഭാവം നല്ലതാണെങ്കിൽ ഭർത്തവ്യാമംഗലം വിത്തം വാണി ചക്ഷുശേഷം വിദ്യ, നല്ല വിദ്യ ഉണ്ടാവും. വിദ്യ ഉള്ളവനെ നന്നായിട്ട് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അറിവ് വിദ്യ ഉള്ളവനെ നന്നായിട്ട് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ 2-ാമത്തെ ഭാവം ചെറുപ്രായത്തിലെ ഉള്ള ഒരു വ്യക്തിയുടെ എടുക്കുമ്പോൾ കുട്ടി ആദ്യം എലിമെന്ററി എഡ്യൂക്കേഷൻ, ആ ചെറിയ കുട്ടിയുടെ ആദ്യം സംസാരിക്കുന്ന വാക്കുകൾ സ്ഫുടതയുണ്ടോ, സംസാരത്തിന് വല്ല പ്രശ്നമുണ്ടോ അതൊക്കെ കുട്ടിയുടെ നമ്മൾ നോക്കുന്നു. എന്നാൽ ഇപ്പൊ എൻ്റെ പ്രായമൊക്കെയുള്ള ഒരാള്, അല്ല വേണ്ട, ഒരു 30 വയസ്സുള്ള ഒരാളുടെ എടുക്കുമ്പോൾ അവന്റെ കുടുംബം എടുക്കണം, അവന്റെ പഴക്കവഴക്കങ്ങൾ എടുക്കണം, അവന്റെ ഡീലിങ്സ് എടുക്കണം, അവന്റെ ക്യാരക്ടർ വൈസിലേക്ക് നമ്മൾ പോയി ചിന്തിക്കണം. ഓരോ സമയത്തും ഓരോ ഭാവത്തിന്റെ ഉള്ളിൽ അടക്കം ചെയ്തിരിക്കുന്ന വിഷയങ്ങൾ മാറും. അപ്പൊ 2-ാം ഭാവം അവന്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് ഇത്രയൊക്കെ ഊഹിക്കാം. എൻ്റെ കുടുംബം നല്ലതായിരിക്കും. കുടുംബം നല്ലതാണെങ്കിൽ അവന് സ്വത്തുണ്ടാവും. വിത്തം എന്ന് പറഞ്ഞ സ്വത്ത്, സ്വാഭാവികമായിട്ടും കുടുംബത്തിൽ അവനുണ്ടാക്കുന്ന സമ്പത്തുണ്ടാവും. 2-ാം ഭാവം ഡെയിലി വരുന്ന പണം, ഡെയിലി നമുക്ക് കിട്ടുന്ന വരവുകളൊക്കെ 2-ാം ഭാവം കുറിക്കുന്നതാണ്. അപ്പൊ ഡെയിലി അത്യാവശ്യം നല്ലോണം സംസാരിച്ചു കഴിഞ്ഞാൽ സംസാരിക്കുന്ന ജോലിയിലൊക്കെ അവന് എത്താനായിട്ട് പറ്റും. കമ്മ്യൂണിക്കേഷൻ ബേസിലുള്ള ജോലിയിൽ എത്താനായിട്ട് സാധിക്കും. അവന് നല്ല വരുമാനമൊക്കെ പ്രതീക്ഷിക്കാം. ഇത്തരത്തിൽ നമ്മൾ ഒരു സംസാരത്തിൽ നിന്ന് ഈ ഇത്രയും സൈക്കോളജിക്കൽ ടേംസ് നമുക്ക് മനസ്സിലാക്കാം. നേരെ മറിച്ച് ഒരുത്തൻ സംസാരിക്കുന്നത്, ഞാൻ പറഞ്ഞില്ലേ കീ എന്നാണ്, ചേട്ടാ ഞാനേ അവിടെയൊക്കെയാണ് എന്തെന്നാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നോക്കിക്കോ, അവൻ വല്ല വെള്ളമൊക്കെ അടിച്ച് പഴക്കവഴക്കം തന്നെ നെഗറ്റീവായിട്ട്. ഞാൻ ഉദാഹരിച്ചതാണ്, നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നത്. അതായത് സ്പീച്ച് കറക്റ്റ് അല്ല, ആരെ എന്ത് എപ്പോൾ എങ്ങനെ വിളിക്കണമെന്ന് അറിയില്ല. കാരണം അവനൊക്കെ ഇപ്പോൾ ഒരു ചേട്ടാ ചാച്ചി അമ്മ എന്നൊക്കെ ഉള്ള രീതിയിലുള്ള സംസാരവും, ആർക്കൊക്കെ എപ്പോഴൊക്കെ വില കൊടുക്കണം, എന്തിന് വില കൊടുക്കണം, എങ്ങനെ സംസാരിക്കണം, ക്ലിപ്തമായിട്ട് അറിയാത്ത രീതിയിലുള്ള സംസാരം, ഇതെല്ലാം അവന്റെ ലൈഫിനെ സ്വാധീനിക്കും. കാര്യം ആ ഒരു സ്റ്റാൻഡേർഡ് സംസാരിക്കുന്നവന്റെ ഡീലിങ്സ് അങ്ങനെ, പഴക്കവഴക്കം അങ്ങനെ ആയിരിക്കും. അവനായിട്ട് കണക്ഷൻ ഉള്ള ആൾക്കാർ അങ്ങനെ ആയിരിക്കും. സ്വാഭാവികമായിട്ട് ഒരു ലോക്കൽ ലെവലിൽ ഉള്ള ആള് സാമ്പത്തികം ഉണ്ടാക്കാനായിട്ട് വലിയ പാടായിരിക്കും. കുടുംബം ഒരു പ്രത്യേക ടൈപ്പ് ആയിരിക്കും. അവന് സ്റ്റാൻഡേർഡ് ഉള്ള ഒരു ഭാര്യ ആയിരിക്കും കിട്ടുക. അപ്പൊ നമുക്ക് റിവേഴ്സ്ലി ഒരുത്തന്റെ സംസാരത്തിൽ നിന്ന് 2-ാം ഭാവത്തെ മൊത്തം ചിന്തിക്കാൻ പറ്റും. ജ്യോതിഷന്മാരിങ്ങനെ ചിന്തിക്കും, കണിയന്മാര് അടുത്തുനിന്ന്. അപ്പൊ ഞാനൊക്കെ പഠിച്ച വിശ്വാസക്കണിയാനൊക്കെ എപ്പോഴും പറയുമായിരുന്നു ഇങ്ങനെ, എടാ ഒരാളെ കാണുമ്പോൾ അവന്റെ സംസാരത്തിൽ നിന്ന് നമ്മൾ അവനെ മനസ്സിലാക്കണം. 2-ാം ഭാവം സംസാരം, അവന്റെ ഡ്രസ് കോഡിൽ നിന്ന് നമ്മൾ അവനെ തിരിച്ചറിയണം. അവന്റെ സംസാരത്തിൽ നിന്ന് തിരിച്ചറിയണം, ഡ്രസ് കോഡിൽ നിന്ന് തിരിച്ചറിയണം. ഡ്രസ് കോഡ് എങ്ങനെയാ? നല്ല തേച്ചൊക്കെ നല്ല കൃത്യമായിട്ടുള്ള ഡ്രസ്സ് അവൻ ധരിച്ചു കൊണ്ടുവരികയാണെങ്കിൽ അപ്പൊ മനസ്സിലായിക്കൊള്ളാം. കളറ് 2-ാമത്തെ നല്ല ടിപ്പ് ടോപ്പായിട്ട്
ഒരുത്തൻ വരികയാണെങ്കിൽ നമ്മൾ മനസ്സിലാവണം അവന്റെ ശുക്രൻ ആ സമയത്ത് ഒന്നില്ലെങ്കിൽ ദശ കാലഘട്ടത്തിൽ ടോപ്പാണ്, അല്ലെങ്കിൽ അവന്റെ ജാതകത്തിൽ ടോപ്പാണെന്ന് മനസ്സിലായിക്കോണം. ശുക്രൻ ജാതകത്തിൽ ടോപ്പാണ്, അവന്റെ കയ്യിൽ പണം ഉണ്ടാകും ശുക്രനുള്ളത് കൊണ്ട്. അവന് കാർ വാഹനങ്ങളൊക്കെ ഉണ്ടാവും. ഇങ്ങനെ റിവേഴ്സ് ആയിട്ട് നമ്മൾ ചിന്തിക്കണം. ചില ആളുകള് ടിപ് ടോപ്പൊക്കെ ആയിട്ടായിരിക്കും നടക്കുന്നത്, സംസാരം ചിലപ്പോൾ കുറവായിരിക്കും. അപ്പൊ മനസ്സിലായിക്കൊള്ളണം, സംസാരം കുറവാണെങ്കിൽ ഫാമിലി റിലേഷൻസ്, പഴക്കവഴക്കങ്ങൾ, അവന് വേണ്ടുന്ന വരുമാനം ഉണ്ടെങ്കിൽ തന്നെ കടം വാങ്ങിച്ചിട്ടോ മറ്റുള്ള തരത്തിലൊക്കെ ആയിരിക്കും. ഇങ്ങനെ നമ്മൾ കൂടുതൽ ഇന്റർ കണക്ട് ചെയ്ത് ചിന്തിക്കാനുള്ള ഒരു ഊഹാഭോഗത്തിനൊക്കെ ഇത് സഹായിക്കും. എപ്പോഴാണ് ഇത് ആവശ്യം വരുമെന്ന് പറഞ്ഞാൽ പ്രശ്നം വെക്കുന്ന സമയത്ത് ഓരോ ഭാവത്തിലെയും ഒരു കാര്യം എടുത്തിട്ട് നമുക്ക് മറ്റു കാര്യങ്ങളെ കണക്ട് ചെയ്ത് ചിന്തിക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ ഒരാൾ എപ്പോഴും ഭയങ്കര ഊർജ്ജസ്വലനാണ്, എപ്പോഴും ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ്. ഇത് നമ്മളുടെ കണക്ഷനിലുള്ള ഒരാളാണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളാം, അവൻ മിക്കവാറും ജനിച്ചിരിക്കുന്ന രാശി ചരരാശിയായിരിക്കും. ചരരാശിയിൽ ജനിച്ചു കഴിഞ്ഞാൽ അവൻ മിക്കവാറും ട്രാവൽ ആയിരിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കണേ, ഇപ്പൊ ഞാൻ തന്നെ പല ബിസിനസ് ഉണ്ട്, അപ്പൊ ഞാൻ വിചാരിക്കണം എന്റെ ബിസിനസ്സിൽ ഒരുത്തനെ പാർട്ട്ണറാക്കാം എന്ന് വിചാരിച്ചിട്ട് ചരരാശിയിലുള്ള എൻ്റെ ഒരു ശിഷ്യനുണ്ട്, അവനെ പിടിച്ചിട്ട് ബിസിനസ്സിൽ പാർട്ട്ണറാക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാല് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ട്രാവലിംഗ് ഉള്ള ബിസിനസ്സാണ്. അവൻ ചരരാശിയിലാണെങ്കിൽ ട്രാവലിംഗ് ഉള്ള ബിസിനസ് ആക്കണേ. അവന്റെ എനർജി കണ്ടിട്ടാണ് ഞാൻ ഇവനെ പിടിച്ചാക്കണമെങ്കിൽ ട്രാവലിംഗ് ഇല്ലാത്ത ഒരു സ്ഥലത്ത് എടുക്കുന്ന ബിസിനസ് ആണെങ്കിൽ ഇരിക്കൂല. കാര്യം എന്താ, ചരരാശിയിലുള്ളവൻ ഭയങ്കര എനർജറ്റിക് ആയിരിക്കും. ഏതെങ്കിലും ഗ്രഹം ഉച്ചമോ ആഴ്ചയോ ആയിരുന്നാലും ആയിരിക്കും, പക്ഷെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കും, ഒരു സ്ഥലത്ത് ഇരിക്കൂല. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ റിവേഴ്സ് ആയിട്ട് ചിന്തിച്ചിട്ട് പല കാര്യങ്ങളും ജ്യോതിഷന്മാർക്ക് ഫലം എടുക്കാൻ പറ്റും. ചിലവർ കണ്ടില്ലേ, സ്ഥിരരാശി ഉഭയരാശിയൊക്കെ ഇതിങ്ങനെ എടുക്കും. ഒരാള് എന്തൊക്കെ ചെയ്താലും ഒരു ജോലിയിൽ തന്നെ സ്റ്റക്ക് ഓൺ ആയിട്ട് ഇരിക്കണം, ഭയങ്കര ഇന്റലിജന്റ് ആണ്, എങ്ങും വലിയ ട്രാവൽ ചെയ്യുന്നതൊന്നും കാര്യമായിട്ട് ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് അവന്റെ പഴക്കവഴക്കത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അവന്റെ ലഗ്നം തന്നെ സ്ഥിരരാശിയായിരിക്കും. അതാണ് അവൻ അധികം ട്രാവലിംഗ് ഇഷ്ടപ്പെടാത്ത, ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കാനും ഒരേ ജോലിയിൽ തന്നെ ഇരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ അവന്റെ സംസാരം എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട്, മൂന്നാം ഭാവമാണ് അവന്റെ ഉയർച്ച, ഒരു കാര്യത്തിൽ അവൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ, അപ്പോൾ നമുക്ക് അവന്റെ മൂന്നാം ഭാവം മനസ്സിലാക്കാം. അവന് വാഹനങ്ങളോടൊക്കെ താല്പര്യമുണ്ട്, വാഹനങ്ങളൊക്കെ അവന്റെ നാലാം ഭാവം കറക്റ്റ് ആണെന്ന് മനസ്സിലാക്കാം. അവൻ ഭയങ്കര ആലോചനാശേഷികളാണോ, അടിപൊളി പ്ലാനിങ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുമെങ്കിൽ അഞ്ചാം ഭാവം നമുക്ക് മനസ്സിലാക്കാം. ഭയങ്കര എനർജറ്റിക് ആയിട്ട് നല്ലോണം എക്സസൈസ് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടാവേണ്ട വിഷയത്തിന് അവൻ ചൂടാവുമെങ്കിൽ ആറാം ഭാവം ഓക്കെ എന്ന് മനസ്സിലാക്കാം. അവൻ അവന്റെ കസ്റ്റമേഴ്സിന്റെ അടുത്തോ ബാക്കിയുള്ള ആളുകളുടെ അടുത്തോ വളരെ മയത്തിൽ അവരെ സുഖിപ്പിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ ഏഴാം ഭാവം ഓക്കെ ആണെന്ന് മനസ്സിലാക്കാം. ശുഭഗ്രഹം ഉണ്ടാവും സുഖിപ്പിച്ച് സംസാരിക്കുക, പ്രത്യേകിച്ച് ശുക്രനോ വ്യാഴമോ ഒക്കെ ഏഴിലുണ്ടാവാൻ സാധ്യതയുണ്ട്. കൂടുതൽ സുഖിപ്പിച്ച് സംസാരിക്കുന്ന സമയത്ത് വ്യാഴത്തെ മറികടന്ന് ശുക്രൻ ഉണ്ടെങ്കിൽ കാരകോ ഭാവനാസ്തി, കാരകോ ഭാവ വിനാശകരത്ത് മലയാളത്തില് ആ പ്രശ്നം ഉണ്ടാവും. ഇത്തരത്തിൽ ഓരോ ഭാവത്തെയും ചില ആളുകൾ നോക്കാം, ലോട്ടറി എടുക്കാൻ പോവുകയാണ്. ഈ ലോട്ടറി എടുക്കാൻ പോകണതിന്റെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ എട്ടാം ഭാവത്തിലെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫലമാണ് ലോട്ടറി, ഇൻഷുറൻസ്, തിടിർ അധിഷ്ഠം. നോക്കിക്കോ, മിക്കവാറും അവന്റെ എട്ടാം ഭാവത്തിൽ ഏതെങ്കിലും ഗ്രഹം ചെന്നിട്ടുണ്ടാവും, ലഗ്നാധിപനായിട്ട് ഈ ഗ്രഹത്തിന് കണക്ഷൻ ഉണ്ടാവും. ലഗ്നാധിപനായിട്ട് ഉള്ള ഗ്രഹം എട്ടി പോയി നിൽക്കുക, എട്ടാം ഭാവൻ ലഗ്നത്തിൽ വന്ന് നിൽക്കുക, ലഗ്നാധിപൻ എട്ടിൽ നോക്കുക, എട്ടാം ഭാവം ലഗ്നാധിപതിയെ നോക്കി, ഇങ്ങനെയൊക്കെ ഉള്ള ആളുകൾ പെട്ടെന്ന് പണം ഉണ്ടാക്കാനുള്ള പല വഴിക്ക് പോകും. പക്ഷെ എട്ടാം ഭാവത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. എട്ടാം ഭാവത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ മടി അതിൽ കിടക്കുക, വലിയ കാര്യമായിട്ട് പണിക്ക് പോകില്ല, ഭയങ്കര അന്ധവിശ്വാസമായിരിക്കും, ആരെങ്കിലും കൂടോത്രം ചെയ്തിട്ടുണ്ടോ, പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്നുള്ള പ്രശ്നമായിരിക്കും. അതേപോലെ തന്നെ ചില സമയത്ത് ഇവർ പാവമായിട്ടിരുന്നാലും ചിലപ്പോൾ പെട്ടെന്ന് ചൂടാവും, വഴക്കുണ്ടാക്കും, കേസിലേക്കൊക്കെ പോകും, ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പമുണ്ടാവും. നിങ്ങൾ വേണമെങ്കിൽ നോക്കിയോ, ലോട്ടറി എടുക്കുന്ന ആളുകളുടെ കേസ് നോക്കിയോ, ലോട്ടറിയെ തേടി പോകുന്ന ആളുകൾ ഈ വക പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അവർ പെട്ടെന്ന് രക്ഷപ്പെടുകയും ചെയ്യൂട്ടാ, ആ ഗ്രഹം പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ. പക്ഷെ അതേപോലെ തന്നെ ഇവർ എട്ടാം ഭാവം ആയതുകൊണ്ട് പല വിഷയങ്ങളിൽ പോയി ചാടും, പല ആളുകളായിട്ട് കലഹവും പ്രശ്നങ്ങളും ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ ഉണ്ടാവും. അങ്ങനെ ഒമ്പതാം ഭാവം എപ്പോഴും നമ്മൾ കൃത്യമായിട്ട് ഒരുത്തൻ അമ്പലത്തിലൊക്കെ ക്ലിയറൊക്കെ ആയിട്ട് പോകുന്നു,
മിക്കവാറും ക്ഷേത്രവാസിയാണ്, ക്ഷേത്രനിവാസിയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇപ്പൊ അവന്റെ ദിശ നടക്കണത് ഇങ്ങനെയാണ്. അതല്ല ജനിമ പോലെ അവൻ നല്ലോണം കുറിയൊക്കെ വരച്ചിട്ട് അങ്ങനെ ഒരു വേറെ ജാതിക്കാരാണെങ്കിൽ കൃത്യമായിട്ട് നിസ്കാരം, കൃത്യമായിട്ട് പള്ളിപ്പോക്ക് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവന്റെ 9ാം ഭാവം ഓക്കെയാണ്. അങ്ങനെയുള്ളവൻ അച്ഛനോ ഗുരുജനങ്ങളോ പറയുന്നത് കറക്റ്റായിട്ട് അനുസരിക്കും. അപ്പൊ ആത്മീയതയുള്ളവൻ ഗുരുവിനെ കൃത്യമായ രീതിയിൽ നോക്കും. 9ാം ഭാവം ഓക്കെയാണ്. 10ാം ഭാവം പവർഫുൾ ആണെങ്കിൽ കൃത്യം ജോലിക്കുള്ള കൃത്യമായിട്ട് ചെയ്യുന്നവന്റെ 10ാം ഭാവം കറക്റ്റ് ആണ് ചിന്തിക്കണം. അപ്പൊ 10ാം ഭാവത്തിലുള്ള ബാക്കിയുള്ള കാര്യങ്ങളും കൂടി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് ചിന്തിച്ച് അവന് ബിസിനസ് ചെയ്യാൻ പറ്റുമെന്നും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കൂട്ടി ചിന്തിച്ചിട്ട് നമുക്ക് ഏകദേശം ഒരാളെ കാണുമ്പോൾ റിവേഴ്സിൽ നമുക്ക് ബലം കണ്ടെത്താൻ സാധിക്കും. അതുപോലെ തന്നെ വേറൊരു സംഭവമുണ്ട്. 9ാം ഭാവം ചിലപ്പോൾ പണി കിട്ടാറുണ്ട്. 9ാം ഭാവത്തിൽ ഗ്രഹം ഉണ്ടെങ്കിൽ അമിതമായിട്ടുള്ള ഭക്തിയൊക്കെ കാണിക്കും ചിലവര്. അമിതമായിട്ടുള്ള സിമ്പിൾസ് പല കാര്യങ്ങളും കാണിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. 9ാം ഭാവത്തിന്റെ ഗ്രഹം, അതായത് 9ാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയത, അതില് കൂടുതൽ അലങ്കാരങ്ങള്, നല്ല കൂടുതൽ അലങ്കാരം, കൂടുതൽ മാലകള്. ഇപ്പൊ ഞാനിപ്പോ അലങ്കാരമൊന്നുമില്ല, ജോത്സ്യനാണ്. ചില സമയത്ത് എന്നെ ജോത്സ്യന്റെ വേഷത്തിലൊക്കെ കാണാം, പൊട്ടൊക്കെ വരച്ചിട്ട്. അത് തന്നെ എപ്പോഴും കൂടുതലായിട്ടൊക്കെ ഭയങ്കര ഓവറായിട്ട് ശുക്രന്റെ ആധിക്യത്തോടു കൂടി, ശുക്രൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ അലങ്കാരം, കൂടുതൽ ഈ ബ്യൂട്ടി പാർലർ ടൈപ്പ് ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട്, സ്വാമിമാരൊക്കെ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അപ്പുറത്തോളം അവിടെ ശുക്രൻ കയറി, 9 ശുക്രൻ കയറി കഴിഞ്ഞു കഴിഞ്ഞാല് 9ാം ഭാവത്തിന്റെ അടുത്തൊരു ബലമുണ്ട്. എന്താണെന്നറിയാവോ? ആ വാക്ക് വേണ്ട. അതായത് തിരുട്ടുറവ് എന്നൊക്കെ തമിഴിൽ പറയുന്ന തരത്തില് എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ്, എക്സ്ട്രാ അഫയേഴ്സ്, മോർ ദാൻ സെവറൽ പാർട്ട്നേഴ്സ്, മോർ ദാൻ സെവറൽ പാർട്ട്നേഴ്സ്, സെവറൽ റിലേഷൻസ് ഫോർ ഓപ്പോസിറ്റ് സെക്സ്, അങ്ങനെ പലതരത്തില് ഉള്ള റിലേഷൻസിനൊക്കെ സാധ്യതയുള്ള ഭാവമാണ് 9ാം ഭാവം. 1ാമത്തെ കല്യാണം കഴിഞ്ഞ് 2ാമത്തെ കല്യാണം ഉള്ളതാണ്. അപ്പൊ ഈ 9ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കണമെങ്കിൽ ഒരു സ്വാമിയായിട്ട് നിൽക്കണവൻ, അല്ലെങ്കിൽ ആ ഒരു ആത്മീയ തലത്തിൽ തന്നെ അലങ്കാരത്തോടുകൂടി നിൽക്കണ്ടേ. അപ്പൊ നമ്മൾ ഊഹിച്ചോളാം പലയിടത്തും പോയി പെടാൻ സാധ്യതയുണ്ട്. കാരണം 9ാം ഭാവത്തിൽ ശുക്രൻ കയറി 2ാമത്തെ ബന്ധം വന്നേക്കാം. ഇങ്ങനെയൊക്കെ കൂട്ടി നമുക്ക് ആലോചിക്കാൻ പറ്റും. 7ാം ഭാവം 1ാം വിവാഹം, 9ാം ഭാവം 2ാം വിവാഹം അല്ലെങ്കിൽ എക്സ്ട്രാ അഫയേഴ്സ്, 11ാം ഭാവം വീണ്ടും ഉണ്ട്, മോർ ദാൻ 3 അഫയേഴ്സ് ഒക്കെ അതിലൊക്കെ പറയാം. അപ്പൊ അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11ാം ഭാവം എന്ന് പറഞ്ഞാൽ ലാഭമാണ്, ലാഭസ്ഥാനം, വലിയ പണം, കൂടുതൽ പണം, ഹെവി റിച്ച്നെസ്. അങ്ങനെയുള്ള ആളുകൾ നോക്കിക്കോ, അവർക്ക് കൂടുതൽ റിലേഷൻസിനുള്ള സാധ്യത വരും. കലാരംഗത്തൊക്കെ ഉള്ള പല ആളുകളും വലിയ പണക്കാരായിട്ടുള്ള ആളുകളുടെ ഒക്കെ ഇത് പറയുമ്പോൾ 11ാം ഭാവത്തിൽ പോസിറ്റീവായിട്ടുള്ള ഗ്രഹം. ആ ഗ്രഹം ശുക്രനൊക്കെ ബുധനൊക്കെ ആണെങ്കിൽ എക്സ്ട്രാ അഫയേഴ്സും വരാം, കൂടുതൽ പണം വരാം, കമ്മ്യൂണിക്കേഷൻ, സിനിമാ മേഖല, അങ്ങനെയൊക്കെയുള്ള മേഖലയിലൊക്കെ വരാം. അപ്പൊ ഇങ്ങനെ നമുക്ക് റിവേഴ്സ് ആയിട്ട് പറയാൻ പറ്റും. വളരെ ക്ലിയർ ആയിട്ട് റിവേഴ്സ് ആയിട്ട് നമുക്ക് ബലം പറയാം. അങ്ങനെയാണ് റിവേഴ്സ് അസ്ട്രോളജി എന്ന് ഞാൻ എൻ്റെ വേർഡ്സിൽ പറഞ്ഞത്. ഇത്തരത്തില് ഒരാളുടെ പഴക്കം കണ്ടിട്ട് ആ ഭാവത്തിലുള്ള കാര്യങ്ങൾ മൊത്തം കണക്ട് ചെയ്ത് പറയാം. അപ്പൊ നിങ്ങൾക്ക് അതിനുവേണ്ടി എന്ത് മനസ്സിലാക്കണം? ഓരോ ഭാവത്തിന്റെ കാരകത്വം അറിഞ്ഞിരിക്കണം. അസ്ട്രോളജി എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ചും തമിഴ് അസ്ട്രോളജി, പരാശര അസ്ട്രോളജി എന്ന് പറയുമ്പോൾ, കേരള അസ്ട്രോളജി ഇതൊക്കെ തന്നെയാണെങ്കിലും ഭാവങ്ങളുടെ എണ്ണം കുറവായിട്ടാണ് കണ്ടിരിക്കുന്നത്. പിന്നെ കണിയന്മാരുടെ അടുത്തൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് കുറേ കണിയന്മാരും ട്രഡീഷണൽ ആയിട്ടുള്ള പല ഗുരുക്കന്മാരും കുറേ ഭാവം പറഞ്ഞു തന്നെ ഗ്രന്ഥത്തിൽ കിട്ടൂല എന്ന് മാത്രമേ ഉള്ളൂ, ബുക്കുകളിൽ ഉണ്ടാവില്ല, കുറവായിരിക്കും. അപ്പൊ ആ കാരകത്വങ്ങൾ തന്നെയാണ് അസ്ട്രോളജിയുടെ മൊത്തം. ഇത് നമ്മൾ ഒരു വസ്തുവിനെ കാണുമ്പോൾ ഗ്രഹമായിട്ടും നക്ഷത്രമായിട്ടും ഭാവമായിട്ടും കണ്ട് അപ്പൊ ബലം പറയുമ്പോഴാണ് ഫലം കറക്റ്റായി വരുന്നത്. പ്രത്യേകിച്ചും നമ്മൾ പ്രശ്നമൊക്കെ വെക്കുന്ന സമയത്ത്, പ്രശ്നമൊക്കെ നോക്കുന്ന സമയത്തും ലക്ഷണങ്ങൾ നോക്കുന്ന സമയത്തും എല്ലാം ഗ്രഹങ്ങളുടെ കാരകത്വമാണ് പറയുന്നത്, കാണുന്നത്. എണ്ണ തേച്ച ആള് ശനി, എന്തുകൊണ്ട് എണ്ണ തേച്ച ആളെ കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ എണ്ണ ശനി ആയതുകൊണ്ട് ശനിയുടെ കാരകത്വം, അപ്പൊ മന്ദത. അപ്പൊ പിന്നെ നമ്മളൊരു കാര്യം മനസ്സിൽ വിചാരിക്കുന്ന സമയത്ത് അത് കണ്ടു കഴിഞ്ഞാൽ കോറിലേറ്റഡ് ഒക്കെ ചിന്തിച്ചിട്ട് കുറെ കാര്യങ്ങൾ പറയും. അപ്പോ ഇത്രയേ ഉള്ളൂ. ഓരോ ആളുകളുടെ സംസാരത്തിൽ നിന്നും അവരുടെ പഴക്കവഴക്കത്തിൽ നിന്നും നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അവന്റെ ഹിസ്റ്ററി വേണമെങ്കിൽ നമുക്ക് അങ്ങാട് പറയാൻ പറ്റും. ഈ ഒരൊറ്റ കാര്യം നോക്കിക്കൊണ്ട് ബലം പറയാൻ ആയിട്ട് നമ്മൾ ഇരിക്കുന്ന സമയത്ത് പറയാം. ഞാനിത് പലപ്പോഴും എപ്പോഴും അവന്റെ ബോഡി ലാംഗ്വേജ് വെച്ചിട്ടൊക്കെ എല്ലാം പറയാറുണ്ട്. സംസാരം, ബോഡി ലാംഗ്വേജ്, അവന്റെ ഡ്രസ് കോഡൊക്കെ വെച്ചിട്ട് ഇങ്ങനെ തരത്തിലും പറയാം. ഇതിങ്ങനെ ചുമ്മാ പറയണല്ല, റിവേഴ്സിലി ഭാവങ്ങളായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് വ്യക്തമാക്കി തരുവാൻ വേണ്ടിയിട്ടാണ് ഞാനിത്
പറഞ്ഞു വന്നത്. ഓക്കെ, ഇന്നേക്ക് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം പരാശ്രയ